ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ മുല്ലമ്പറമ്പത്തെ അമ്പലത്തിലെ വാണിയത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. വാണിയം വാണിഭം എന്നൊക്കെ പറയാറുണ്ട്. നമ്മളിതിനെ വാണിയം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ വാണിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂരത്തലിയിൽ നിന്ന് നടക്കുന്ന കച്ചവടത്തിനെയാണ് കേട്ടോ പറയുക. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുകളും കടകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ നടന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ മുറുക്കിൻ്റെ കടകളും കാര്യങ്ങളൊക്കെ കണ്ടു. സാധാരണ നമ്മൾ പൂരപ്പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ കോമൺ ആയിട്ടുള്ള മുറുക്കുകൾ, ഹലുവ, അതേപോലെ കുറേ പലഹാരങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ നോക്കുമ്പോൾ നമ്മൾ കുറേ കത്തികൾ കാര്യങ്ങളൊക്കെ ഉള്ള കട ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ ചതയ്ക്കുന്ന സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വാങ്ങിക്കണുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ഒരു ഉപ്പുമാങ്ങയുടെ കടയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിലേക്കാണ്, അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് വാങ്ങാൻ തോന്നും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഉപ്പുമാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ നേരെ നടക്കൽ തുടങ്ങി. പിന്നെ സാധാ പോലെ കുട്ടികളുടെ കുറേ കളിപ്പാട്ട കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ചിരട്ടക്കയിലുകൾ, അങ്ങനെ സാധനങ്ങൾ, പിന്നെ കുറേ ഡെക്കറേഷൻസിൻ്റെ ഐറ്റംസ്, അങ്ങനെ നോർമലായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ടൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുറേ കൈനോട്ടക്കാരെ കണ്ടു. അത് ഇപ്പോഴും ഇവിടെ ഉണ്ടാവുന്നതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് ചട്ടികളുടെയൊക്കെ ഒരു കലവറയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് എപ്പോഴും കൂടുതലുണ്ടാവുന്നത് ഈ ചട്ടി സാധനങ്ങളൊക്കെയാണ് കേട്ടോ. മൺപാത്രങ്ങളുടെ കുറേ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. കുറേ ടൈപ്പിലുള്ളത്, ചീൻചട്ടി പോലെ പിടിയുള്ളത്, അങ്ങനെ കുറേ ടൈപ്പിലുള്ള നമുക്ക് ചട്ടികളും കാര്യങ്ങളും കാണാം. പിന്നെ ചെടികൾ, ഒരുവിധം ഈ ലോകത്ത് കിട്ടുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഏതാ വേണ്ടത് വെച്ചാൽ നോക്കി ഇഷ്ടമുള്ളടത്തുനിന്ന് വില ചോദിച്ച് മേടിക്കാം. പിന്നെ ബാർഗെയിൻ ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. കാരണം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ പിന്നെ കുറേ വിലക്കുറവിനുള്ള മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൺഗ്ലാസ്, വാച്ച്, ബാഗുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. കുറേ കമ്മലുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു 10 രൂപയുടെ കമ്മൽ കട ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടു. തിരിച്ചു വരുമ്പോൾ അത് കാണാണ്ടായിരുന്നില്ല, അവരെടുത്ത് പോയി എന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം ബജ്ജിക്കട, അവിടെ നമ്മൾ അങ്ങനെ നിന്നു. കഴിഞ്ഞ് വേഗം കോളിഫ്ലവർ ബജ്ജിയൊക്കെ മേടിച്ച് പിന്നെ അതും കഴിച്ചുകൊണ്ടായി നടത്താം. നിന്ന് കഴിക്കാൻ നിന്നാൽ തിരക്ക് കൂടും. ഇപ്പോൾ തിരക്കധികം വന്നു തുടങ്ങിയിട്ടില്ല. ഇത്തിരി കൂടി കഴിയുമ്പോഴേക്കും നല്ല തിരക്കാവുള്ളൂ. അത് കാരണം കൊണ്ട് നമ്മൾ നിന്ന് കഴിക്കാൻ നിന്നില്ല. അപ്പോൾ അങ്ങനെ അപ്പു ആണെന്നുണ്ടെങ്കിൽ അപ്പു അമ്മയും അവരൊക്കെ കൂടിയിട്ട് തൊഴാൻ പോയിക്കായിരുന്നു അമ്പലത്തിൽ. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കയറാൻ പറ്റാത്ത സമയത്താണല്ലോ. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ജസ്റ്റ് ചുറ്റാൻ ഇറങ്ങി. പിന്നെയാണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണത്തിന് 100 എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ് ടോയ്സ് കാര്യങ്ങൾ, പിന്നെ കുറേ ഭരണികൾ, ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭരണികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്യൂട്ടായിട്ടുള്ള ഭരണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കടകൾ, കുലുക്കി സർവത്തിൻ്റെയും അങ്ങനെ ബജ്ജികളുടെയും പിന്നെ കുറേ ഔഷധ മരുന്നുകളുടെ കാര്യങ്ങളുടെ അങ്ങനത്തെയൊക്കെ കടകൾ, പിന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഇന്നൊക്കെ ആൾക്കാർക്ക് സമ്മാനങ്ങൾ കിട്ടണമുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഫിഷിൻ്റെ ബൗളൊക്കെ ആയിട്ട് കിട്ടിയിരുന്നു ആൾക്കാർക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് നേരം കണ്ട് നിന്നു. എനിക്ക് വലിയ ഉന്നയില്ലാത്ത കാരണം കൊണ്ട് ഞാൻ എറിയാനൊന്നും നിന്നില്ല. പിന്നെ അതേപോലെ തന്നെ കുറേ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ വിഗ്രഹങ്ങളൊക്കെ നോക്കി നിന്നു. എനിക്ക് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഞാൻ അവിടെ അങ്ങോട്ട് ഉടക്കി നിൽക്കും. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും തിരക്കാവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം നടന്നു. പിന്നെ കുറേ മാങ്ങ, അതേപോലെ പനനോങ്കിൻ്റെ, നമുക്കൊരുവിധം എന്തൊക്കെ സാധനങ്ങൾ ഒരാൾക്ക് വിൽക്കാൻ പറ്റുമോ അതൊക്കെ കൊടുന്ന് ഇവിടെ വിൽക്കാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ കത്തികൾ, പിന്നെ കുറേ ചട്ടികൾ. ഇനിയാണ് അവിടെ മെയിൻ സ്ഥലം വരുന്നത്. കണ്ടോ, മീനിൻ്റെ ഈശ്വര, ഈ ലോകത്തുള്ള ഏതൊക്കെ ടൈപ്പ് മീൻ വേണോ ആ മീനുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് മീൻ. ഇത്രയും വലിയൊരു സ്രാവിനൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എന്തൊരു വലിപ്പം അത്. ഞാൻ ഇങ്ങനെ മീൻ കടകളിൽ പോയിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് കായലിൽ നിന്നും പുഴയിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പുള്ള മീൻ, അതൊന്നും ചത്തത്തും കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ അതിങ്ങനെ കട്ട് ചെയ്ത് പീസാക്കിയിട്ട് നമുക്ക് തരും. എന്തൊക്കെ ടൈപ്പ് മീനുകളാണെന്ന് പറഞ്ഞാലാവില്ല, അത്രയും ടൈപ്പ് മീനുകളാണ്. ഞാൻ ഈ മീനിനെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ പരിപാടിക്ക് വരാറുള്ളത് കേട്ടോ. നമ്മളിതുവരെ കാണാത്ത കുറേ ടൈപ്പുള്ള മീനുകൾ കാണാൻ പറ്റും. അപ്പോൾ അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ബാർഗെയിൻ ചെയ്തിട്ടും അല്ലാണ്ടിയൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ ഉണക്കമീനിൻ്റെ വേറൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അതിൽ പല ടൈപ്പിലുള്ള ഉണക്കമീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കി നിന്നു. പിന്നെയും കുറേ മീനുകളുണ്ട്. ഞങ്ങളങ്ങനെ മീൻ കടയുടെ അവിടെ ഇങ്ങനെ നടക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചേട്ടനപ്പോൾ അതിനെ കട്ട് ചെയ്യണ കണ്ട് ഞാൻ, എന്തോരം മൂർച്ചയായിരിക്കും ഈ കത്തിക്കില്ലേ. അവരതിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴേക്കും അത് മുറിഞ്ഞിങ്ങനെ പോരുകയാണ്. അപ്പോൾ നല്ല രസത്തിൽ അവർ കുറേ നേരം കട്ട് ചെയ്യണതും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ട് നിന്നു. അങ്ങനെ പിന്നെയും നടക്കുമ്പോൾ പിന്നെയും മീൻ തന്നെ നിൽക്കണമൊന്നുമില്ല. മീനിൻ്റെ കടകൾ ഇത് നോക്കി, ചുറ്റികയുടെ തലയുള്ള ടൈപ്പിലുള്ളൊരു സ്രാവ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. സ്രാവനിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേപോലെ ഇങ്ങനെ കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീനുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെ കുറേ മീനുകളെയും കാര്യങ്ങളെയും കണ്ടു. ഇപ്പോൾ ഉണ്ട് എന്തൊരു വലിയ തല, എൻ്റെ തലേനെക്കാട്ടിലും വലിയ തലയുള്ള ഒരു മീനിനെ അവരവിടെ കട്ട് ചെയ്യുന്നുണ്ട്. സ്രാവാന്ന് തോന്നുന്നു കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കുറേ നേരം കണ്ടു നിന്നു. ഇതൊക്കെ തിരക്ക് വരണതിൻ്റെ മുന്നെയാണ്. രണ്ടാമത്തെ ട്രിപ്പ് വീട്ടുകാരെയും കൊണ്ട് നടക്കാൻ വന്ന് നോക്കുമ്പോഴേക്കും ഇങ്ങോട്ടൊന്നും അടുക്കാനേ പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു. പിന്നെ നേരെ ഞങ്ങളിങ്ങനെ കുറേ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉള്ളിടത്തേക്ക് പോയി. അപ്പോൾ നമുക്കിതിലൊന്നും കയറാനിപ്പോൾ നിവർത്തിയില്ല, എങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണുക തന്നെ, കണ്ട് നടക്കാമല്ലോ വെറുതെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടിട്ട് നടന്നു. പിന്നെ കുട്ടികൾ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ കയറണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. പക്ഷേ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല അതിലൊന്നും കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ കുറേ യന്ത്രൂഞ്ഞാൽ, മരണക്കിണർ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മറ്റേ ഫ്ലൈയിങ് ബോട്ടൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരാൻ നേരമായി നോക്കുമ്പോൾ അവിടെ മേളം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മേളമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോരുമ്പോഴേക്കും ഭയങ്കര തിരക്കായിട്ടോ ഇവിടെ. അത് നമുക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു പൂരത്തലേന്നാന്ന് തോന്നുന്നു. പൂരത്തിൻ്റെ അന്നത്തെ ബ്ലോക്ക് പോലെ ഇല്ലേ. ഞങ്ങൾ വണ്ടിയിലാണ് ഇരിക്കുന്നത്, വണ്ടിയുടെ ഉള്ളിൽ നനങ്ങാൻ പറ്റണില്ല, അത്രയും ബ്ലോക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞങ്ങൾ പോന്നു. അപ്പോൾ അത്രയും